വെണ്ടക്ക എന്ന് പറയുന്ന സാധനം എത്രമാത്രം ഞാനത് ഓരോന്നും സൂക്ഷിച്ച് നോക്കി പെറുക്കിയെടുത്താണ് ഇളയത് മാത്രം മേടിച്ചത്, ഫ്രിഡ്ജിലുമാണ് സൂക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ അതൊരു സമയത്തിനുള്ളിൽ എടുത്ത് ഉപയോഗിച്ചില്ല എങ്കിൽ അത് മെഴുക്ക് പുരട്ടിയും തോരനൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകാറുണ്ട് അല്ലേ? ചില നേരം ഫ്രിഡ്ജിനകം ഇരുന്നു കൊണ്ട് വരുന്ന ഒരു മൂപ്പുണ്ട് അല്ലേ? അപ്പം അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കളയുന്നതിന് പകരം അതിൻ്റെ ഗുണങ്ങൾ കുറേയൊക്കെ നഷ്ടപ്പെടുത്താതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു സിമ്പിൾ കാര്യമാണത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ ലെറ്റ്സ് വാച്ച്. അപ്പം നമ്മൾ വെണ്ടക്ക എടുത്ത് അതിൻ്റെ തലയുമാലും മുറിച്ചതിന് ശേഷം 4 ഇതുപോലെ അങ്ങോട്ട് പിളർന്ന് എടുക്കാം. എന്നിട്ട് നമ്മളപ്പോൾ ഒരു സാമാന്യ മര്യാദയെങ്കിലും പാലിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിബഡി ഇൻ ദേർ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ഉള്ളിലേക്കൊന്ന് എത്തി നോക്കാം, ആരെങ്കിലൊക്കെ ഉണ്ടോന്ന്. ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്നിട്ട് അതും കൂടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് 2-3 കഷ്ണങ്ങളാക്കി മുറിച്ച് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇടാം. ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാം, പകുതി വേവാവോളം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ഈ വെണ്ടക്കയിലേക്ക് ഡയറക്റ്റായി വെള്ളം ഒഴിക്കുന്നതിന് പകരം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലൊരു 1 മിനിറ്റ് വാട്ടിയതിന് ശേഷം നമ്മൾ അതേ അളവിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കുകയാണെങ്കിൽ അതിലുള്ള വഴുവഴുപ്പും വെള്ളത്തിൻ്റെ കട്ടി നേരെ പകുതി കുറച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും താല്പര്യം തോന്നുന്ന രീതിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് രീതിക്ക് ചെയ്താലും അതിനുശേഷം പരിപ്പിലേക്കുള്ള മസാല താളിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പരിപ്പും പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ഒരുപാട് ചൂടാറരുത് കേട്ടോ. നമ്മുടെ വെണ്ടക്കയുടെ സ്വഭാവം അറിയാലോ. അപ്പോൾ ചൂടാറും മുമ്പേ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനകം തന്നെ അങ്ങോട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ പ്ലാസ്റ്റിക് സ്ട്രെയിനർ ഉപയോഗിക്കാണ്ട് സ്റ്റീലുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ വീടിൻ്റെ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് പകുതി സംഭവങ്ങളും എവിടേക്കാന്നുള്ളതൊരു നോപ്പിടി. ഓക്കെ. ഇതിപ്പോൾ പരിപ്പിലേക്ക് മാത്രമല്ല സാമ്പാറിലേക്കും മറ്റ് പച്ചക്കറികളുടെ കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരിപ്പിലേക്ക് ഓവറായിട്ട് ഉപ്പിട്ട് പോകരുത്. പകുതി ഉപ്പ് നമ്മൾക്ക് വെണ്ടക്കയിലേക്കും കൂടെ ഇതുപോലെ തിളപ്പിച്ചെടുക്കാൻ വേണം എന്നുള്ളൊരു കാര്യം പ്ലീസ് ഡു റിമെമ്പർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും കാണാം നല്ലൊരു വീഡിയോ. Until then, take care. This is Godsi from Godsi's version. Goodbye.